അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ ഇന്നലെ നടന്ന തലപ്പാടിൽ നിന്ന് നടന്ന അപകടം, മരണം. ഒരു കുടുംബത്തിലെ 5 പേരും ഒന്നിച്ച് 6 പേരും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ അശ്രദ്ധ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, ഒരു ചെറിയ ശബ്ദം നാം ഉണ്ടാക്കുമ്പോഴേക്കും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. നാം ഓർത്തിരിക്കണം, നമ്മെ കാത്തിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. റോഡിലുള്ള വാഹനം ഓട്ടുമ്പോൾ സഞ്ചരിക്കും, പ്രത്യേകിച്ച് KSRTC ബസ്. തീർച്ചയായും ഈ ഒരു അശ്രദ്ധ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഒരേ കുടുംബത്തിൽ ഈ ഖദീജ ഉമ്മ 60 വർഷം പ്രായമുള്ള അതേ ഉമ്മയുടെ അനിയത്തിയാണ് നഫീസ, 52 വർഷം. ഖദീജ ഉമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഹസീന, 13 വർഷം. അതുപോലെ അനിയത്തിയുടെ മകൾ ഫിദ, വീട്ടിലേക്ക് വിരുന്നുകാരിയായി എത്തിയ അവ്വ ഉമ്മ, 70 വർഷം. അതുപോലെ ഹൈദർ അലി, 47 വർഷം. ആ പിഞ്ചു മക്കൾ, എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം ഇത് താങ്ങാൻ കഴിയും? നോക്കൂ, ചെറിയ ഒരു അശ്രദ്ധ കൊണ്ടിവിടെ ഉണ്ടായത് എന്താണ്? ആ മരണം കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു പാഠം എന്നെ പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്, നാം ചെറിയ അശ്രദ്ധ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അല്ലേ വലിയ ദുഃഖത്തിലേക്കാണ് ഒരു കുടുംബത്തെ തള്ളിവിടുന്നത്. നാട്ടുകാരും മറ്റുള്ളവരൊക്കെ 1-2 ദിവസങ്ങളെ കൊണ്ടിത് മറന്നേക്കാം. എന്നാൽ ആ കുടുംബമുണ്ടല്ലോ, ഇനി മരണം വരെ ആ കുടുംബത്തിന് സന്തോഷം ഉണ്ടാവില്ല. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെടുമ്പോൾ, പെടുങ്ങനെയുള്ള അപകടം കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കത് 1-2 ദിവസം അതിൻ്റെ ആഘാതമുണ്ടാകാം, സങ്കടമുണ്ടാകാം. എന്നാൽ ആ വീട്ടുകാർക്കത് മരണം വരെയാണ്. പിന്നെ അവർക്കൊരു സന്തോഷം അവരുടെ ജീവിതത്തിലല്ല. എപ്പോഴും ഈ പൊന്നുമക്കളും ഈ പൊന്നു കുടുംബങ്ങളെ ഓർത്ത് അവർ കരഞ്ഞു പോകും. വളരെ ശ്രദ്ധയോടുകൂടി നാം നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇഹത്തിനും പരത്തിനും അതിൻ്റെ ഉത്തരവാദികൾ നാമാണ്. വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മൊബൈലിലൂടെ സംസാരിച്ചുകൊണ്ട് വളരെ അശ്രദ്ധയോടുകൂടി ഇന്നവരെ ഖബറടക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമക്കള് വലിയ സന്തോഷത്തിൽ, സ്കൂളൊക്കെ ലീവാണല്ലോ, അങ്ങനെ സന്തോഷത്തിൽ അവർ വിരുന്നു പോകാൻ ഒരുങ്ങിയവരാണ്. പക്ഷേ അവരെ ഖബറിലേക്ക് എത്തിച്ചു കളഞ്ഞു. അപകടം, മരണം എന്നുള്ളതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയാണ്. കുല്ലുക്കും റായി വകുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി. നമ്മുടെ കാരണം കൊണ്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. നോക്കൂ, ശ്രദ്ധയില്ലാതെ ചില ആളുകൾ, പ്രത്യേകിച്ച് ചില ബസ്സുകാരൊക്കെ ഓടിക്കുമ്പോൾ വരുന്ന സമയത്തൊക്കെ പേടിച്ചു പോവുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി? നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശ്രദ്ധയുമില്ല. അശ്രദ്ധയോടുകൂടി ഓട്ടുന്ന ഈ ഓട്ടം, അവരെ കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോട് കുടുംബങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നു മക്കളെ ഫിദ, അതുപോലെ ഹസീന, ചെറിയ മക്കളാണ്, 13-19 വർഷമെന്ന് പറയുമ്പോൾ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലേക്ക് ഖബറിലേക്ക് പിടിച്ച് തള്ളിയതുപോലെ, രാത്രി വീട്ടിൽ ഉറങ്ങേണ്ടവരെ പള്ളിക്കാട്ടിൽ ഉറക്കിയതുപോലെ. യാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തിന് ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിനൊന്നും, ഈ ഒരു പരീക്ഷണം അവർക്ക് താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവരുടെ റൂഹുമായി മലക്കുകൾ പോകുമ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. മലക്കുകളോട് അല്ലാഹു, എൻ്റെ അടിമയുടെ എല്ലാ പ്രതീക്ഷയായിരുന്ന, സ്വപ്നമായിരുന്ന പൊന്നുമക്കളുടെ റൂഹുമായിട്ടാണോ നിങ്ങൾ വരുന്നത്? എൻ്റെ അടിമയെ വല്ല സങ്കടപ്പെടുത്തിയിട്ടാണോ ഇങ്ങനെ വരുന്നത്? അള്ളാഹ്ക്ക് ഇതൊക്കെ മുൻകൂട്ടി അറിയാമെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്.
ആ സമയത്ത് മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഈ ഒരു താങ്ങാൻ പറ്റാത്ത പരീക്ഷണം അവരെ പിടികൂടുമ്പോൾ അവരെ കുടുംബക്കാർ എങ്ങനെയാണ് ഇത് പ്രതികരിച്ചത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്ത് മലക്കൊരു മറുപടി പറയും, ഈ സങ്കടം ഇതിൽ അവർ ക്ഷമാ കൈകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ഇതല്ലാഹുവിൻ്റെ തീർമാനമാണ് എന്ന് പറഞ്ഞ് അവർ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചു നിന്നു എന്ന് പറയുമ്പോൾ ഉടനെ മലക്കുകളോട് പറയും, മലക്കുകളെ പോകൂ, സ്വർഗത്തിലേക്ക് പോകൂ, ബൈത്തുൽ ഹംദ് എന്നുള്ള പ്രത്യേകമായൊരു കൊട്ടാരം ആ കുടുംബത്തിന് വേണ്ടി ഒരുക്കണമെന്ന് പറയും. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ, താങ്ങാൻ പറ്റാത്തത് വരുമ്പോൾ മുഅ്മിനീങ്ങളായ നമുക്കും ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിൽ അപകടങ്ങൾ വരാം. അതിനുവേണ്ടി അത് റിസീവ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ കാത്തു നിൽക്കണം. എപ്പോൾ തന്നെ വരാം. ആ വരുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഇത് അല്ലാഹുവിൻ്റെ പരീക്ഷണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം അതിൽ ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന പ്രത്യേകമായ കൊട്ടാരം സ്വർഗത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരീക്ഷണങ്ങൾ തരണം ചെയ്യുന്നവർ അത് ക്ഷമിച്ചുകൊണ്ട് അതിനെ ക്ഷമയോടുകൂടി കണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തൃപ്തിപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവർക്കും മരണപ്പെട്ടവർക്കും സ്വർഗം, അതുപോലെ ക്ഷമിച്ചവർക്കും അള്ളാഹു നൽകും. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അശ്രദ്ധയാകരുത്. പിന്നെ റോഡിൻ്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ, റോഡിൻ്റെ അവസ്ഥ പറയേണ്ടതില്ല. ഇത് കണ്ടിട്ടും കാണാത്ത പോലെ അതേ റോഡിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. ഇത്തരത്തിലുള്ള അശ്രദ്ധ ആയതിൻ്റെ ശേഷമാണ് ചില സ്ഥലങ്ങളിൽ ശ്രദ്ധ വരുന്നത്. എന്നിട്ട് എന്ത് കാര്യമുണ്ട് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം? ചില റോഡുകളിലേക്ക് പോകുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. വലിയ വലിയ അപകടങ്ങൾ സംഭവിച്ചത് നമ്മുടെ റോഡ് ശരിയായി കൃത്യമായി അതിൻ്റെ ഒരു പരിപാലനമില്ലാത്തതുകൊണ്ട്. നോക്കൂ, ഒരു കുടുംബത്തിൻ്റെ 4 പേര് 6 പേര് മരണപ്പെടുമ്പോൾ ആ നാടിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നുവല്ലോ, അവർ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു, എന്തെല്ലാം അവരുടെ ആ മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങൾ സെക്കൻഡുകളെ കൊണ്ടും എല്ലാം തകടം മറിഞ്ഞു, എല്ലാം അസ്തമിച്ചു പോയി. അല്ലാഹുവേ, അപകട മരണങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. എത്ര ചെറുപ്പക്കാർ അമ്മിന്ന് വിട പറഞ്ഞു പോയി. മരിക്കുന്ന നേരം അല്ലാഹു ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നൽകട്ടെ. അപകടത്തിൽ മരിച്ചവർ സങ്കടപ്പെടേണ്ടതില്ല, ഷഹീദിൻ്റെ പ്രതിഫലമൊക്കെ ഉണ്ടെന്നല്ലേ ഞാൻ പഠിച്ചത്. അല്ലാഹു ഷഹീദിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും ഞങ്ങളെല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്ക് തന്നെ ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടലോടുകൂടി ഈ ഒരു വാർത്ത, ഒരു വിഷയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീഡിയോയിൽ പോലും വരാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. കാരണം സങ്കടം അത്രയ്ക്കും ഏറിയത് കൊണ്ട്, എങ്ങനെ പറയണമെന്ന് അറിയാതെ കൊണ്ട് വല്ലാത്ത സങ്കടപ്പെട്ടു പോയി നാം തന്നെ. എന്നാൽ അവരുടെ കുടുംബത്തിൻ്റെയും ആ നാട്ടുകാരുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ട് എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ആ കുടുംബത്തിൻ്റെ ആളുകൾക്ക് സ്വബറിന് വേണ്ടിയും, അതുപോലെ ആ മരണപ്പെട്ടവർക്ക് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ ദറജ അല്ലാഹു നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇത്തരത്തിലുള്ള മരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ പള്ളികളിലും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കേണ്ടതുമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരെയും ഞങ്ങളെയും എല്ലാവരെയും, ഇത് റബീഉൽ അവ്വൽ മാസമാണ്, ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്തുകൊണ്ട് മുത്തായ ഹബീബിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.